പറഞ്ഞോണ്ടാക്കാനെ കൊണ്ട് അപ്പൊ ഞാൻ വഴക്കളിയാണെന്നാണ് പറയുന്നത് അണ്ണാ. വഴക്കാളിയാന്ന് ഞാൻ പറഞ്ഞോ ഇല്ല. വഴക്കാളി അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അറിയാം അറിയാം. അതെനിക്കറിയാമെന്നുള്ള കാര്യം നിനക്കറിയാം. നിനക്കത് അറിയാമെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. അണ്ണാ എന്താ പറഞ്ഞത്? നീ വഴക്കാളി അല്ലെന്നാ പറഞ്ഞത്. വെറുതെ ചോദിക്കേണ്ട കാര്യമില്ല. എന്തിനാ അത് വിട്. ഒരു ക്ഷീണമൊക്കെ അങ്ങ്. ആ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്ക്. കണ്ടോ? അപ്പൊ ഞാൻ വൃത്തിയില്ലാത്തോണ്ടെന്നല്ലേ അമ്മ ഇപ്പൊ പറഞ്ഞത്? അയ്യോ അങ്ങനെയല്ല പറഞ്ഞത്. വേണ്ട, അണ്ണാ ഇപ്പൊ പറഞ്ഞ വൃത്തിയില്ലെന്ന്. അങ്ങനല്ല പറഞ്ഞത്. എടി കഞ്ഞിക്കലം തിളച്ച് കഞ്ഞിവെള്ളം ഉണങ്ങിയിരിക്കുന്ന പോലെ നിന്റെ കവിളിൽ കണ്ണുനീര് പറ്റിയിരിക്കും. അതൊന്ന് തുടച്ച് വൃത്തിയാക്കാനല്ല പറഞ്ഞത്. കരിക്കലം. 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 അണ്ണാ ഇപ്പൊ പറഞ്ഞത്. അല്ലല്ല. ഇപ്പൊ പറയാതെണ്ണം പറഞ്ഞ് കരിക്കലം ഞാനിപ്പോ. കരിക്കണമല്ല. നമ്മുടെ ഇവിടെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇരിക്കത്തില്ലേ? അതിനകത്ത് താഴെ ഒരു പൊൻകുടം ഇരിക്കുന്നില്ലേ? ആ പൊൻകുടം വാങ്ങി. അപ്പൊ ഞാൻ കഴുത്ത് നീണ്ടത്. അപ്പൊ ഞാൻ കഴുത്ത് നീണ്ടത്. അല്ല മോളെ നീ അതുപോലെ തിരക്കും. കഷ്ടമെന്ന് പറഞ്ഞു. അയ്യ, എനിക്ക് വയ്യ. അവിടെ വായന കേൾക്കണം, ഇവിടെ വായന കേൾക്കണം. ഞാൻ കേൾക്കണം. എനിക്ക് സഹിക്കാനുള്ള ശക്തിയില്ല എനിക്ക്. എടി അതൊക്കെ വിടുന്ന എന്തൊരു കഷ്ടമാണെന്ന് പറ. എന്താ ചെയ്യണം? ഒന്നും പറഞ്ഞാ എന്താ ചെയ്യണം? ഒന്നും ചെയ്യണ്ട. നീ മിണ്ടത് അനങ്ങാതോടെ തിരിക്കാമോ? അപ്പൊ ഞാൻ കുഴിമടിച്ച് എരിയണ്ണ. അയ്യോ